നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കുവാണ്. ഓക്കെ, 4 ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? It is actually given the following are two statements consider the following reaction. അപ്പൊ താഴെ തന്നിരിക്കുന്ന റിയാക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താ റിയാക്ഷൻ ആക്ച്വലി? റിയാക്ഷൻ ആക്ച്വലി നമ്മൾ പറഞ്ഞിരിക്കുന്നത് കീറ്റോ ഗ്രൂപ്പ് അല്ലെങ്കിൽ ആൽഡിഹൈഡ് പൊസിഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? H2നെ ആഡ് ചെയ്യുന്നു. കാർബണൈൽ കോമ്പൗണ്ടിൽ നമ്മൾ H2നെ ആഡ് ചെയ്യാണ്. സോ എന്തായിരിക്കും മക്കളെ പറയാം? നമുക്കറിയാം ഡബിൾ ബോണ്ട് O R R R. ഓക്കെ, ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഐ എം ആഡിങ് H2O ഹിയർ. ഐ ക്യാൻ ഗെറ്റ് എന്താ കിട്ടും? ഒരു കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പോലത്തെ കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വിൽ ബി ചേഞ്ചസ് ടു ഒരു ഡയോൾ ഫോർമേഷനിലേക്ക് പോലൊരു ഫോർമേഷനിലേക്ക് പോയി. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഇതിൽ പറയണ ഇൻ ദ കേസ് ഓഫ് ഫോർമാൽഡിഹൈഡ് K is about 2280 due to the small substance and hydration is faster. ഇവിടുത്തെ ആൽഡിഹൈഡ് ഫോർമാൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഫോർമാൽഡിഹൈഡിൽ ആക്ച്വലി ആരാണ്? 2 ബൾക്കി ഗ്രൂപ്പ് ഒന്നുമല്ല, 2 ഹൈഡ്രജൻ ഗ്രൂപ്പ്സ് ആണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ സബ്സ്റ്റൻസ് എന്താണ്? വളരെ സ്മോൾ ആണ്. അതുകൊണ്ട് ഇവിടെ ഹൈഡ്രേഷൻ എന്തായിരിക്കും? ഫാസ്റ്റർ ആയിരിക്കും. സോ K equilibrium ഇവിടെ വളരെ ഹൈ വാല്യൂ ആണ്, 2280 എന്ന് പറയും. ഓക്കെ, ശരിക്കും നമുക്ക് വാല്യൂവിനെ കുറിച്ച് വലിയ അറിയാൻ പറ്റില്ലെങ്കിലും സ്മോൾ സബ്സ്റ്റൻസ് ആണ്, ഹൈഡ്രേഷൻ ഫാസ്റ്റർ ആയിരിക്കും. ശരി തന്നെയാണ്. Now next is in the case of trichloroacetaldehyde, അതായത് 3 ക്ലോറിൻസ് വന്നിരിക്കുകയാണ്. ട്രൈക്ലോറോ അസറ്റാൽഡിഹൈഡ് എന്ന് പറയുമ്പോൾ ഇവിടെ 3 ക്ലോറിൻ നമുക്ക് വന്നിട്ടുണ്ട്. K is about 2000 due to -I effect of Cl groups. Cl ആക്ച്വലി നല്ല -I എഫക്ട് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇലക്ട്രോഫിലിക് ആയിരിക്കും. അപ്പൊ ആക്ച്വലി നമുക്ക് ആ പോയിന്റ് പൊസിഷൻ അവിടെ ഇലക്ട്രോഫിലിക് ആയിരിക്കും. അവിടെ കുറച്ചും കൂടെ റിയാക്ഷൻ നടക്കും. അതാണ് ആക്ച്വലി ട്രൈക്ലോറോ അസറ്റാൽഡിഹൈഡിൽ സംഭവിക്കുന്നത്. K is about 2000 ടൈംസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ ആക്ച്വലി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്റ്റേറ്റ്മെന്റും ആക്ച്വലി റിയാക്ഷൻ നടക്കുന്നത് ഫാസ്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ നമുക്ക് പറയാം 2 സ്റ്റേറ്റ്മെന്റ് കേസിലും. ഈ വാല്യൂവിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ വാല്യൂ ആക്ച്വലി എവിടെ നിന്നാണ് തന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഒരു ഇമ്പോർട്ടന്റ് ബുക്ക് ഉണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി ക്ലെയ്ഡൻ വാരൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എഴുതിയൊരു ബുക്കാണ്. ഇറ്റ് ഇസ് ആക്ച്വലി നമ്മൾ ക്ലെയ്ഡൻ എന്ന് അറിയപ്പെടുന്ന ഓർഗാനിക് കെമിസ്ട്രിയിലെ. അതിൽ ആക്ച്വലി പേജ് നമ്പർ 144 കൊടുത്തിട്ടുള്ള ഒരു ഡാറ്റയാണ് ഈ തന്നിരിക്കുന്ന ടേബിളിൽ. ഈ ടേബിളിൽ തന്നിരിക്കുന്ന ഡാറ്റയിലെ വാല്യൂസ് നിങ്ങൾ കണ്ടോ? ഫോർമാൽഡിഹൈഡിന്റെ കേസിൽ ദിസ് വാല്യൂ ഇസ് ആക്ച്വലി 2280 തന്നെയാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ. ആൻഡ് സെക്കൻഡ് ഈസ് ഫ്ലോറാൽ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ആക്ച്വലി നമ്മുടെ എന്താണ്? ട്രൈക്ലോറോ അസറ്റാൽഡിഹൈഡിന്റെ കേസിൽ ദാറ്റ് വാല്യൂ ഇസ് 2000. ഇതാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ. അപ്പൊ ക്ലെയ്ഡനിൽ നിന്നായിരുന്നു ഈ ക്വസ്റ്റിന്റെ ആക്ച്വലി റെഫറൻസ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ വാല്യൂസ് ടേബിൾ വാല്യൂസ് ഒക്കെ നോക്കുമ്പോൾ ആ റെഫറൻസ് വന്നിരിക്കുന്നത് ആക്ച്വലി ഇവിടെ ക്ലെയ്ഡൻ എന്നാണ്. സോ നമുക്ക് ഇതിനകത്ത് എന്ത് പറയാം മക്കളെ? Both the statements are true. That is statement 1 and statement 2. Both the statements are true എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ബുക്സിൽ പെടുന്ന ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന ക്ലെയ്ഡൻ.